ദൈവമേ രക്ഷിച്ചേക്കണേ. ഇവിടെ പുതിയ സിസ്റ്റം ആണെന്ന് തോന്നുന്നു. പുതിയ മെഷീനാണ്. ഞങ്ങളുടെ പഴയതാണെങ്കിൽ ഉണ്ടല്ലോ കുത്തി കുത്തി മരിക്കും. വന്ന ഇപ്പൊ തീർന്നു. ഗുഡ് മോർണിംഗ്. എവിടെയാ നമ്മള്? വെസ്റ്റ് വെർജീനിയ. അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലമാണല്ലോ. അമ്മേ ഇടയ്ക്കൊരു ലൗസ് നിർത്തി അവിടെ വെള്ളമില്ല, പൈപ്പ് കൂട്ടുന്നൊക്കെ. ആണോ? ഒന്നുമില്ല, കുപ്പിയെടുക്കാൻ ഒന്നുമില്ല, വാഷ്റൂം എല്ലാം എല്ലാരും തെറി പറഞ്ഞോണ്ട് പോകുന്നു. ആണോ? വെച്ചാല് അത് കഴിഞ്ഞ് പിന്നെ ലൗസ് ലോ ഇല്ല, കയറ്റവും ഇറക്കമില്ലാണ് ഒരു പിന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് വളമൊക്കെ ചവിട്ടി ഇറങ്ങിയില് ഓപ്പ് ഇങ്ങനെ തെറ്റിയൊക്കെ പോകുന്നുണ്ട്. അല്ല, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാ. ഇങ്ങനെയുള്ള വളവ് കാര്യം രസമുള്ള സ്ഥലമാണെങ്കിൽ ഈ ഹിൽബില്ലീസ് എന്ന് പറയുന്ന ടൈപ്പ് ടീമുകൾ കുറെ ഉണ്ട് ഇവിടെ. ഈ ട്രെയിലർ ഹോംസിൽ താമസിക്കുന്ന കള്ളവാച്ചും ഹണ്ടിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നത്. എനിക്ക് തോന്നി ഇടയ്ക്ക് ഭാഗത്ത് കടന്ന് ഇങ്ങനെ ഒരു വീടൊക്കെ ഒരു വേറൊരു അത് ഈ വൈറ്റ്സിന്റെ ഏരിയ ആണല്ലോ ഇത്. അപ്പൊ അവന്മാരെ ഉള്ളിലേക്ക് മറ്റേ ഔട്ട്ലോസ് ആയിട്ട് താമസിക്കുന്ന സ്വന്തം കള്ളും വെടിവെപ്പും ഇതിവിടെ കാട് പോലെ കിടക്കും, ഇച്ചിരി കൊക്കൈനും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ടീമുകൾ. ഇത് മറ്റേ പോലെ വിജനമായിട്ട് കിടക്കും. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൾച്ചറൽ മിക്സ് കുറവാ. ടൗണുകളിലൊക്കെ മറ്റേ ബ്രൗണും അല്ല മെയിൻലി ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയയിലൊന്നും ഉമ്മാര് വരാൻ സമ്മതിക്കല്ല. നമ്മള് നോർത്ത് ഡക്കോട്ടയിലും സൗത്ത് ഡക്കോട്ടയിലൊക്കെ ചെന്നപ്പോ കണ്ടില്ലായിരുന്നു മറ്റേ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൗസിങ്ങിന്റെ അതുപോലെ അടുപ്പിക്കുകയല്ല. കാരണം മറ്റുള്ളവർ വന്ന ഇവരുടെ ഇതുപോലും സ്വൈര്യവിഹാരത്തിന് പ്രശ്നമാണോ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന ഇന്റർസ്റ്റേറ്റ് 77 കൂടെ അല്ലേ? ഇനി ഇത് ചെന്ന് നമ്മുടെ അങ്ങോട്ടാ കയറണേ. I-26 എടുത്തിട്ട് 95 അല്ലെങ്കിൽ അതിന് മുമ്പ് പറ്റുമായിരുന്നു. 79 എന്ന് പറയുന്ന അതുവഴി പോവാം. പക്ഷെ 79 എനിക്ക് ഇതിലും കൂടുതൽ വളവും ഏറ്റവും സിൻസിനാറ്റി റൂട്ട് അല്ലേ? ഓ, എല്ലാം ദൂരമെല്ലാം ഇതാ പിന്നെ സ്ട്രേറ്റ് ആയിട്ടുള്ളത്. ഇതാണ് മറ്റേ ഒടിവും വളവും ഇച്ചിരി കുറവുള്ളൂ. ഭയങ്കരമായിട്ടുള്ള 95 അല്ലേ ഫ്ലോറിഡയിലേക്കുള്ള ഹൈവേ? അത് തന്നെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നത്, നമ്മൾ ടൊറന്റോയിൽ നിന്ന് ക്രോസ് ചെയ്ത് ന്യൂയോർക്കിലേക്ക് കയറുന്നു. ന്യൂയോർക്കിൽ നിന്ന് പെൻസിൽവാനിയ, വെസ്റ്റ് വെർജീനിയ. ഇല്ല, ഒഹായോ കയറിയായിരുന്നല്ലേ? ഈ വഴി വരും ഒഹായോ. അപ്പൊ ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ഒഹായോ, വെസ്റ്റ് വെർജീനിയ, വെർജീനിയ, നോർത്ത് കാരോളീന, സൗത്ത് കാരോളീന, ജോർജിയ, ഫ്ലോറിഡ. ഈ വളവേ സ്പീഡ് വന്നിട്ട് വീശിയ ഇതിന്റെ മോൾ വശം നല്ല ഫുഡ് ഇറക്കങ്ങളാ അല്ലേ? അത് ഇത് കുറഞ്ഞതാ. തൊട്ട് മുമ്പുണ്ടായിരുന്നു കുറെ ഏരിയ. അവിടെ ഈ ടോളുണ്ട്, മുട്ടക്ക് മറ്റേ അതും ടോളിന്റെ അകത്തൊക്കെ കറക്റ്റാ. ആ ടയറാ സാമാനത്തെ എല്ലാം മുട്ടി കഴിഞ്ഞാൽ ചിലപ്പോ കൂട്ടും കൂടെ ചെയ്യും. മറ്റേ ഇങ്ങനെ മുള്ളു പോലത്തെ പുറത്തേക്ക് ഇറങ്ങി പേടിക്കണം അല്ലേ? കാരണം ക്ലിയറൻസ് ഉണ്ടോന്നുള്ള ട്രക്കിന്റെ. നമ്മൾ കണ്ടിട്ടില്ലേ ചില വീഡിയോസിൽ കണ്ടിട്ടില്ലേ ചില ട്രക്ക് പോയിട്ട് ഇങ്ങനത്തെ ഓടിക്കാൻ പറ്റാതെ. അങ്ങനെ നമ്മള് വെസ്റ്റ് വെർജീനിയയുടെ അവസാന ഏരിയകളിലേക്ക് എത്തി. വെർജീനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഫ്ലോറിഡ പോയ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. മറ്റേ ഫ്ലോറിഡയിലോ?
ഓ ഫ്ലോറിഡ നൊട്ടോറിയസ് ആണല്ലോ ഈ പറഞ്ഞ പോലെ. കാറ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റായത്. അവിടെ ഞങ്ങൾ ഒരു തെങ്ങ് കണ്ടത്. അതിനെ തെങ്ങ് ഇങ്ങനെ ഈ ടൊർണാഡോ അങ്ങനെയുള്ള ആ ടൈപ്പ് അല്ലായിരുന്നു, അല്ലാത്ത കാറ്റ് തന്നെ നമുക്ക് പറ്റിയ അത്രയും ഭയങ്കര കാറ്റും മഴ അല്ലേ. അതിന് ഒരു ഭയങ്കര പ്രശ്നമാണുള്ളത് കാറ്റും മഴ. അതിങ്ങനെ ഈ ആ ഒരു ഭാഗം ഇങ്ങനെ കടലിലോട്ട് കയറി ഇരിക്കല്ലേ, അപ്പൊ കടലിൽ നിന്നുള്ള കാറ്റ് ഇങ്ങനെ കയറി രണ്ട് സൈഡിൽ നിന്നും അല്ലേ ഇങ്ങനെ കവർ ചെയ്ത് പോകല്ലേ, മിഡിലായിട്ട് നിക്കുന്നതാ. ശരി, അടി മുഴുവൻ മേടിച്ചോണ്ടേ പോകുള്ളൂ. അതിന്റെ ഒരു ജോഗ്രഫിക്കൽ സെറ്റ്, കാരണം കടലിൽ നിന്ന് ജസ്റ്റ് ഇത് കവർ ചെയ്ത് അപ്പുറത്തെ വശം. അങ്ങനെ ഈ ഒരു ടണൽ കയറി ഇറങ്ങുന്നതോടുകൂടി നമ്മൾ വെർജീനിയയിലേക്ക് കയറുകയാണ്. അതെ, ഇങ്ങനത്തെ 3-4 ടണലുണ്ടല്ലോ ഇവിടെ. ഒരെണ്ണം വലിയ നീട്ടമുള്ള ഒരു ടണലില്ലേ, ഇത് അത്യാവശ്യം നീട്ടമുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഗ്രീൻ ലൈറ്റുകളും റെഡ് ലൈറ്റുകളും ഉണ്ട്, ശ്രദ്ധിച്ചോ? അത് വേറെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ആണോ? അല്ല, അതിപ്പോ റെഡ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും ഇത് നിർത്തണായിരിക്കും അല്ലേ. കാരണം വല്ല ഈ എന്നാ വെച്ചാൽ ഇതിനകത്ത് വല്ല ഇടിയോ വല്ല നടന്നു കഴിഞ്ഞാലും നേരെ വിട്ടുവിട്ട് വരുമല്ലോ, അപ്പൊ മറ്റേ റെഡ് കാണുമ്പോ നമ്മുടെ നാട്ടിലെ വലിയ മല മണ്ടേക്കൂടെ ഇടയിൽ ഒക്കെ ഇതുപോലെ റോഡ് പണിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ, പക്ഷെ പണിയണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ചെരുവ് വന്നില്ലേ, ഈ ചെരുവിന്റെ ഇടയ്ക്ക് നമ്മുടെ അവിടെ ആ പാലം പണിതിട്ടുണ്ടല്ലോ, ഈ പാലം അത് ആ ചെരുവിനൊപ്പം തന്നെയാണ് പണിതേക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ പാലം അങ്ങോട്ട് നേരെയാക്കും, എന്നിട്ട് അവിടെ ഒരു വെട്ടിത്തപ്പ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാലം ഇങ്ങനെ ചെരിച്ചു ഉണ്ടാക്കുന്ന പരിപാടിയില്ലല്ലോ, ആ ഇതിനനുസരിച്ച് ചെയ്യുന്നില്ല. പാലം വരുമ്പോ തന്നെ അവിടെ അങ്ങ് പൊങ്ങി ഇങ്ങനെ അങ്ങനെയല്ലേ ചെയ്യും. ഫ്ലോറിഡ പരിചയക്കാർ വല്ലതും ഉണ്ടോ? ഇവിടെ ബന്ധുക്കാരുണ്ട് ഇഷ്ടംപോലെ, മലയാളികളുള്ള ഒരു സ്ഥലമല്ലേ ഫ്ലോറിഡ. ഇനി കേരളമല്ല, അല്ല അങ്ങനെയല്ല, കേരളത്തിന്റെ പോലെ ക്ലൈമറ്റ് ഉള്ള. അതെ, ക്ലൈമറ്റും കാറ്റുണ്ടെന്നുള്ളൂ, അതുപോലെ ബാക്കിയല്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ഫ്ലോറിഡയിലൊക്കെ പ്രോപ്പർട്ടിക്കും വിലക്കുറവാണ്. പ്രോപ്പർട്ടിക്കും വിലക്കുറവാണ്. പിന്നെ അതായത് നമ്മളിവിടെ കാനഡയിലുള്ള പലർക്കും ഫ്ലോറിഡ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതായത് വിന്റർ ആകുമ്പോൾ ഇങ്ങോട്ട് വരും അതിനൊക്കെ വലിയ. പക്ഷെ വിറ്റ് കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏതാ ഒരു പ്രോപ്പർട്ടിക്ക് വാല്യൂ കയറിയല്ല, അതാ ഒരു ഇതിൽ ആദ്യം തന്നെ. പക്ഷെ എനിക്കെന്തോ ഫ്ലോറിഡ അങ്ങ് വലിയ ഇഷ്ടമല്ല. അതിങ്ങനെ വെള്ളം കെട്ടി അങ്ങനെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാ. അതവരുടെ കേരളത്തിന്റെ ആ ഒരു കടലിനോട് ചേർന്ന് കിടക്കുന്നതും ഏകദേശം വേർക്കുന്നൊക്കെ. ഞങ്ങളന്ന് പോയപ്പോ നമ്മുടെ നാട്ടിൽ വേർക്കുന്ന പോലെ വേർക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഈ അന്തരീക്ഷത്തിന്റെ ഈർപ്പം കൊണ്ട് തന്നെ നമ്മളിരുന്ന് നനഞ്ഞിരിക്കും എപ്പോഴും. നമ്മുടെ നാട്ടിലെ അതാണല്ലോ. അപ്പൊ ആന്ധ്രയ്ക്കും അങ്ങോട്ടൊക്കെ ആന്ധ്രാപ്രദേശിനൊക്കെ പോയി കഴിഞ്ഞാൽ ചൂടാന്നുള്ളൂ, ഇതുപോലെ വേർക്കുകയല്ല. അതെ അതെ, ഹ്യൂമിഡിറ്റി കുറവല്ലേ. അതെ, അതാണ് മറ്റേ നമ്മളെ എന്നാ വാഷിങ്ടൺ കാലിഫോർണിയ ഒക്കെ അടിപൊളിയാ. അതുകൊണ്ട് നമ്മള് വേർക്കുകയല്ലോ, ചൂടുണ്ടായാലും നല്ല രസമുള്ള ഒരു ചൂടാ. അവിടെ ഇപ്പൊ ഹ്യൂമിഡിറ്റി ഇല്ല, ഹ്യൂമിഡിറ്റി കുറവല്ലേ. പോട്ടെ, നമ്മള് ഓൺ ടൈം ആണോ ഡെലിവറിക്ക് അറിയാവോ? പിന്നെ എനിക്ക് നമ്മളാ ചെല്ലുന്ന പ്രദേശത്ത് അതൊരു പുതിയ, അതായത് പഴയ ഏരിയ കണ്ട് അവിടെ പുതിയ സംഭവമായി ഈ പ്രസ്ഥാനം. അപ്പൊ അത് കറക്റ്റായിട്ട് GPS കാണിക്കുന്ന ആ വഴി എന്റെ കുറച്ച് പോർഷനിൽ വ്യത്യാസമുള്ളൂ, അല്ലാതെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല ടൈമായിട്ട്. അതായത് ഇപ്പൊ എത്ര ഇത് അങ്ങോട്ടുള്ള അതാ പമ്പിന്റെ നിങ്ങളെ ഫോണിലൊന്നുകൂടെ നോക്കിയേ. ഇവന് എത്രാമത്തെ പ്രാവശ്യം എന്നെ ഓട്ടോയ്ക്ക് ഇതിന് ഇടയ്ക്ക് അരമണിക്കൂർ കൂടുമ്പോ നിർത്തുന്നുണ്ടോ? വെടിയുണ്ട പോകുന്ന പോലെ പോവും. എന്നാ പുറകിലാവുകയും ചെയ്യും അല്ലേ. നമുക്ക് 861 കിലോമീറ്റർ ആണ് അങ്ങോട്ട്. മറ്റേ ഫ്യൂൽ അടിക്കുന്ന ഫ്യൂലിംഗിന്ന് മറ്റേ അടുത്തേക്ക്, അതായത് 8 മണിക്കൂർ. ഇത് 861 പറയുമ്പോ 8.5 മണിക്കൂർ വെച്ചാൽ വരും. അതിപ്പോ 9 മണിക്കൂർ വേണേ 10 മണിക്കൂർ കൂട്ടിക്കോ. അങ്ങനെ വെർജീനിയന്ന് ജസ്റ്റ് നോർത്ത് കാരോലൈന കയറുവാ നമ്മള് കേട്ടോ.
ആ ബോർഡറിലുള്ള ലൗസിലാണ് നമ്മളിപ്പോൾ നിർത്തി കാപ്പി എടുത്തു, ഫ്രഷായി, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തു. നമുക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് 17 ജൂൺ മാസമാണ് കേട്ടോ. കണ്ട ഇവിടുത്തെ ടെമ്പറേച്ചർ ഉണ്ടോ, 36 ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചർ. നമ്മളിപ്പം നോർത്ത് കേരളീനെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വെതറാണ് എന്തായാലും. കാണുന്നത് പോലെ ചില സീനിക് റൂട്ട്സും ഒക്കെ ഉണ്ട്. രണ്ട് സൈഡിലും വാട്ടർ ബോഡി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലോറിഡയോട് അടുക്കുന്തോറും കൂടുതൽ വാട്ടർ ബോഡി നമുക്ക് ഇഷ്ടംപോലെ രസകരമായ കാഴ്ചകളൊക്കെ വരും. അങ്ങനെ നമ്മൾ ഷാർലറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ട് ഇതുപോലെ ഫ്ലോറിഡയ്ക്ക് പോകാൻ നേരത്തെ നമ്മൾ ഈ ഷാർലറ്റ് എത്തി. നമ്മൾ ഷാർലറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ഈ ഷാർലറ്റിനടുത്ത് താമസിക്കുന്ന 2-3 പേരൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു, ഞങ്ങളൊക്കെ ഷാർലറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഒരു പോലീസുകാരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴേലും ഇനി വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അതെല്ലാം ലോങ് ടൈം മുമ്പായിരുന്നുകൊണ്ട് അവരുടെ ആരുടെയും കോണ്ടാക്റ്റ് ഇല്ല. ഈ യൂട്യൂബ് വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. എനിവേസ്, ഞാൻ പറയുമായിരുന്നു, നമ്മുടെ മലയാളികളുടെയൊക്കെ പ്രോമിനൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ നോർത്ത് കേരളീനൻ്റെയൊക്കെ ഈ ഷാർലറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇനിയിപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ജോർജിയ ആണെങ്കിലും ഫ്ലോറിഡ ആണെങ്കിലും എല്ലാം മലയാളികളുടെ പ്രസൻസ് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പോകുന്ന ആ ബസ് ഉണ്ടോ, നീല ബസ്, അത് ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് ബസ് പോലെ ട്രാൻസിറ്റിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് ഹൈബ്രിഡ് ഇലക്ട്രിക് ബസ്സാണ്. സമയം 7:30 ആകുമ്പോഴത്തേക്കും ഒന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് കേരളീനല്ല ഒരു ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തിയതാട്ടോ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ഭീമാകാര ഐറ്റം കണ്ടോ, ഒരു കിഡിലൻ യോട്ട്. ആ യോട്ട് ക്യാരി ചെയ്യുന്ന ഒരു ട്രക്ക്, അതിൻ്റെ ട്രെയിലറും സെറ്റപ്പൊക്കെ കണ്ടോ, വലിയൊരു സാധനം കേട്ടോ. ഇവൻ നമ്മുടെ ട്രക്കാണെങ്കിലും മറ്റേ ലോങ് ക്യാബിനോ സ്ലീപ്പറൊക്കെ ഉള്ള കിഡിലൻ സാധനം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നാളെ നമ്മൾ ഫ്ലോറിഡയിലെത്തും. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. സമയം വെളുപ്പിനെ 2:30 ആവുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ഫ്ലോറിഡയിൽ കയറി. ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ ആയിരുന്നു, ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ റോഡൊക്കെ കുറേ നേരം ബ്ലോക്ക് കിട്ടി. അങ്ങനെ നമുക്ക് എന്തായാലും അപ്പോയിൻമെൻറ്റ് ലേറ്റ് ആവും. പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് അവസാനത്തെ അണി അടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഇൻഡസ്ട്രിയൽ 95 എന്ന് പറയുന്ന ഹൈവേ കംപ്ലീറ്റ്ലി പോലീസ് ക്ലോസ് ചെയ്ത് നമ്മളെ വഴി പുറത്തേക്ക് വിട്ടേക്കുക. ഡീറ്റൂർ അവിടെ കൺസ്ട്രക്ഷൻ കാരണമാണ് പുറത്തേക്ക് വിടുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇതേണ്ട ഇപ്പോൾ നമ്മളെ പുറത്ത് വഴിയിലേക്ക് വിട്ട് നമ്മളേതോ ഊടുവഴി കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുക. എത്ര നേരം ഡീറ്റൂർ ഉണ്ടെന്ന് അറിയത്തില്ല.
In 1 kilometer, turn left on Pecan Park Road South, then keep left. എന്തായാലും ഡീറ്റൂർന്ന് കണ്ട ബോർഡിനനുസരിച്ച് നമ്മൾ പയ്യൊരു വളവ് എടുത്തിട്ടുണ്ട്. മുമ്പിൽ പോണ ട്രക്കുകളെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണ അതിൽ നമുക്ക് ഡീറ്റൂർ കിട്ടുമ്പോഴത്തേക്കും കാണുന്ന അത്രയും ഡയറക്ഷൻ ബോർഡൊന്നും കാണാനില്ലെങ്കും. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈഡിലുള്ള ബോർഡുകളെല്ലാം നോക്കി പിന്നെ മുമ്പിൽ പോണ ട്രക്കുകളും കൂടെ നോക്കി പോകാന്നുള്ളതേ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. In 3 kilometers, keep left to I-295. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 45 മൈൽസ് പെർ അവർ ആട്ടോ. പക്ഷേ മുമ്പിലുള്ള ട്രക്കുകളെല്ലാം പറന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാന്യന്മാർ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഡിലേ ആവും. നമുക്കാണ് വഴിയും തെറ്റിപ്പോവും. അതുകൊണ്ട് ചവിട്ടി പിടിച്ച് പോവാം. റെഡ് ലൈറ്റ് നമ്മളെ ചതിച്ചല്ലോ. ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു വളവ് നമ്മൾ എടുക്കുന്നുണ്ട് 295 നോർത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. തമ്പരാൻ അറിയാതെ തന്നെയാണത്. കാരണം നമ്മുടെ മുമ്പിലൊന്നും ട്രക്കുകളെ കാണാനില്ല. പിന്നെ നമ്മൾ പോകുന്നത് നോക്കി കുറച്ച് കാറുകാർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. കാരണം അമ്മാരുടെയൊക്കെ വിചാരം ട്രക്കുകാരല്ലേ, അവർക്ക് ഈ വഴിയൊക്കെ നല്ല നിശ്ചയമായിരിക്കും. നമ്മൾ ഈ വഴി വല്ലപ്പോഴേ വരാറുള്ളൂ എന്ന് അവർക്കറിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഈ റോഡ് ക്ലോസ്ഡ് ആയിരുന്നെന്നുള്ള നേരത്തെ അവിടെ ബോർഡ് കണ്ടാനെ, പക്ഷെ ഒന്നും കണ്ടില്ല. നമ്മുടെ മുമ്പിലാണെങ്കിൽ ആരും ഇല്ല. In 2 kilometers, take exit 35A on the right to I-95 South. നമ്മൾ 95 ആയിരുന്നല്ലോ ക്ലോസ്ഡ്. 95 നിന്ന് ഇറങ്ങി ഒരു ഇച്ചിരി വട്ടം കറങ്ങി നമ്മൾ 295 കയറിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് താണ്ട ഇപ്പോൾ നമ്മൾ 95ലേക്ക് റൈറ്റ് എടുത്ത് എക്സിറ്റ് എടുക്കാൻ പോവാം. ഇവിടെ ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ സംഭവമല്ല ഓക്കെ. ക്ലോസ്ഡ് ആണെങ്കിൽ മൂഞ്ചി. എന്തായാലും തിരിച്ച് നമ്മൾ 95 നമ്മുടെ ഹൈവേ കയറി. ഒരാവശ്യമില്ലാതെ നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ട് ഓരോരോ വള്ളിക്കെട്ടുകൾ. കുറേ നാളായി ഫ്ലോറിഡയ്ക്ക് വന്നിട്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അത് ഇവിടെ മാത്രമല്ല, ഈ ഒരു റൂട്ട്, ഈ ഒരു ബെൽറ്റ് നിറ കേട്ടോ. സൗത്ത് കേരളീനെ കയറിയപ്പോൾ തുടങ്ങിയതാണ്. അതൊന്നും നമ്മളൊരു വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. നാളെ ഫ്രഷായിട്ട് ഫ്ലോറിഡ അല്ല ഡേ ലൈറ്റ് വന്നിട്ടേ, സൺലൈറ്റ് വന്നിട്ട് തുടങ്ങാം എന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. പക്ഷെ ഇത്രയും ദുർഘടം പറയുമ്പോഴത്തേക്കും നാളെ എന്തായാലും അപ്പോയിൻമെൻറ്റ് ലേറ്റ് ആകും. അപ്പോൾ ആ വിശേഷം പറയുമ്പോഴത്തേക്കും ഞാൻ എന്നാ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ക്യാമറ ഓണാക്കുന്നുള്ളൂ. എല്ലായിടത്തും കൺസ്ട്രക്ഷനും, അതും കൺസ്ട്രക്ഷനോടനുബന്ധിച്ചുള്ള സ്പീഡ് ലിമിറ്റിൻ്റെ കുറവ്. ശരിക്കും നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടൊക്കെ നല്ല രസമുള്ള റൂട്ടുകളാണ്. പക്ഷെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് സൈഡിലത്തെ വിഷ്വൽസ് ഒന്നും നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് പകലാണെന്ന് വിശ്വസിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ ഈ ഒരു റൂട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഇതിന് മുമ്പുള്ള നമ്മുടെ ഫ്ലോറിഡ വീഡിയോകൾ കിടിലനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പം ലോകപ്രശസ്തമായ ഡേറ്റോണ ബീച്ചിനോട് അല്ലെ അതിൻ്റേതായ ആ ഡയറക്ഷനിലുള്ള റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. I-95 സൗത്ത് ടുവേർഡ്സ് ഡേറ്റോണ ബീച്ച്. Unpaved road. Arriving at Travel Centers of America on the right.
മൊത്തം ഊമ്പി ഇടപെടായിരുന്നു കേട്ടോ. റോഡ് ക്ലോഷറും ആക്സിഡന്റും ഡീറ്റൂറും എല്ലാം വന്ന് കയറിയിട്ടുണ്ട്. സമയത്തിന് ചെല്ലൂല. ചേട്ടാ സമയം ഇപ്പം 3:15 കേട്ടോ. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഫ്ലോറിഡയുടെ ടൈം സോണും നമ്മുടെ ഒൻറ്റാറിയോ ടൈം സോണും സെയിമാണ്. നമ്മൾ ഷിഫ്റ്റ് മാറി എന്നെ സ്ലീപ്പറിലിട്ട് നമ്മുടെ ദേവസ്യാച്ചൻ്റെ ഓൺ ഡ്യൂട്ടി ഇടാം. ശരിക്കും 7 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻ്റ് എന്നാണ് നമ്മളോട് ഡിസ്പാച്ച് എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ 8 മണിക്കാണെന്നാണ് നമ്മൾ പേപ്പർ വർക്കിൽ കണ്ടേക്കുന്നത്. അവരെപ്പോഴും ഇച്ചിരി കയറ്റി പറയുള്ളൂ. പക്ഷെ നമ്മുടെ ആസ് ഓഫ് നോ അറൈവൽ ടൈം 8:15. പക്ഷേ ഇപ്പോൾ ദേവസ്യാച്ച വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സുഖമായിട്ട് ഒരു 9 മണി ആകും. അപ്പോൾ നമ്മൾ എന്തായാലും ലേറ്റ് ആവും. പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ട 519 കിലോമീറ്ററും കൂടെ കവർ ചെയ്യാനുണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഇനിയും നമുക്ക് റോഡ് ക്ലോഷേഴ്സും മറ്റെല്ലാം വരാനുള്ളതേ ഉള്ളൂ. അതുകൂടാതെ നേരം വെളുത്തു കഴിഞ്ഞാൽ ട്രാഫിക്കും ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ കാര്യം ഗോവിന്ദ തമ്പരാനറിയാം എന്തായിരിക്കും കാര്യങ്ങളെന്നുള്ളത്. ഇവർ ഈ പറഞ്ഞ പോലെ ഡെലിവറി സ്ട്രിക്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം റീസ്കെഡ്യൂൾ ചെയ്ത് ഇന്ന് തന്നെ കിട്ടുമോ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടേ. അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോറിഡയിലും ഒരു ദിവസം നിന്ന് ബിയറൊക്കെ അടിക്കാം.